നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത ജോമോളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. സിനിമയിൽ നിന്ന് മാറി കുടുംബിനിയായി ഇപ്പോഴൊരു വ്യവസായ സംരംഭകയായി ജീവിതം മുന്നോട്ട് പോകുന്നു. ജോമോളുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരാം. ഇത് ജോബോൾ ആരോട് ഷെയർ ചെയ്തില്ല, ഇതൊരു വലിയ ലോങ് പ്രോസസ്സാണ്. അതെ അതെ, ആരോട് ആഗണൈസിംഗ് ആയിരിക്കുമല്ലോ ഭയങ്കരമായിട്ട്. അതെ, കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബൂബു എന്ന് പറഞ്ഞിട്ട് കോളേജില്. അപ്പൊ ഞാൻ ഇങ്ങനെ അവളോട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സി ഇങ്ങനെ ഒരാളുണ്ട്. അവള് ഞെട്ടി. അപ്പൊ അവളോട് ഇങ്ങനെ മാറ്റി പറഞ്ഞപ്പോ അവളിങ്ങനെ ഓക്കെ. അപ്പൊ ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് കോർണറിൽ പോയിരുന്നാണ് ഞങ്ങൾ 2 പീരീഡ് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ടാണ് പോയിരുന്നത് ഈ സംഭവം മുഴുവൻ പുള്ളിക്കാരോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, പുള്ളി ഷിപ്പ് നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. I have not seen any of his photo. പക്ഷെ ഇതാണ് എൻ്റെ സങ്കല്പത്തിൽ പുള്ളി പറഞ്ഞതനുസരിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം. ആൻഡ് ഹി ഹാസ് നോട്ട് സീൻ മൈ ഫോട്ടോ ഓൾസോ. സോ ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, പുള്ളിക്ക് വന്ന് എന്നെ കാണണം. അപ്പൊ എന്നോട് അവൾ ചോദിച്ചു, നീ ഇത്രയും വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത്, അത് നീ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾ നീ ഏറ്റെടുക്കുക. കാരണം നീ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി കാണാൻ വരുന്നത്. അപ്പൊ അത് ഇത്രയും വലിയ ഒരു, നീ ഷുവർ ആണോ? പുള്ളിയുടെ കാര്യം നമുക്കറിയില്ല, പുള്ളി എനിക്ക് അറിയ പോലും ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഷുവർ ആണ്. എന്നോട് പറഞ്ഞു, ഒരു ആവേശത്തിന്റെ പുറത്ത് നീ കയറി ചെയ്യുന്ന. ഞാൻ പറഞ്ഞു, അല്ല, I was 100% ഷുവർ. അവള് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് റെപ്പ് ആയിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, അടുത്ത ആഴ്ച നമ്മുടെ സ്കൂളിൽ, ഞങ്ങളുടെ കോളേജിൽ കൊമേഴ്സിന്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് കുറെ പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, വേറെ കോളേജസും വേറെ അങ്ങനെ ഒരുപാട്. ഞാനൊരു കാര്യം, ഒരു ഇൻവിറ്റേഷൻ പുള്ളിക്ക് കൊടുക്കാം. അപ്പൊ അന്ന് ചന്തു ബോംബെയിലാണ്, അവരവിടെയാണ് താമസം. അപ്പം പുള്ളി വരട്ടെ, അപ്പൊ അന്ന് നിങ്ങൾ കാണാം. അല്ലാതെ നിനക്കിപ്പോ വെളിയിൽ പോയി ഒന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യമല്ല. വീട്ടിൽ നിന്ന് വെളിയിൽ പോയി നമ്മൾ കഫേയിൽ പോയി ഇരുന്ന് കാണാം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് പുള്ളിയോട് പറഞ്ഞു. പുള്ളി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാലിക്കറ്റിലെത്തി. അപ്പൊ തലേ ദിവസം ആയപ്പോഴത്തേക്കാണ് എനിക്ക് സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. സത്യമായിട്ട് ടെൻഷൻ അടിച്ചു. അപ്പൊ 1-2 ഫ്രണ്ട്സിന്റെ അടുത്ത് മകളുടെ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഒക്കെ വന്ന മാറ്റം അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇല്ല, ഞാനെല്ലാം ഭയങ്കര ഡിസ്ക്രീറ്റ് ആയിരുന്നു ചെയ്തത്. കാരണം എനിക്കറിയില്ല, ഇല്ല ഈ മാറ്റങ്ങൾ സംഭവിച്ചെന്ന്. ഇപ്പം പണ്ടൊരിക്കൽ എന്റെ ഒരു ഇംഗ്ലീഷ് മാം എന്നോട് പറഞ്ഞിരുന്നു, അവളുടെ മുഖത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അറിയില്ല, അങ്ങനെ ഞാൻ അത്രയും എവിഡന്റ് ആക്കത്തില്ല. കാരണം എന്റെ മുഖത്ത് എപ്പോഴും സ്ഥായിയായ ഒരു ഭാവമാണ്. ഉണ്ട്. അവന്റെ 1-2 കാര്യങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവനറിയാം. അപ്പൊ അതുകൊണ്ട് അവൻ ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാമെന്നല്ലാതെ അവന് കമ്പ്യൂട്ടറിനെ കുറച്ച് തരികിടകൾ അറിയാം. ഹിസ്റ്ററി പോയി ആരടുത്ത് ഏത് സമയം. അവൻ എന്തുകൊണ്ടോ പറഞ്ഞില്ല. ചിലപ്പം അവന്റെ 2-3 തരികിടകൾ ഞാൻ കണ്ടത് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോയോ. അത് ഇപ്പോഴും ഞങ്ങൾ പരസ്പരം അത് ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും അങ്ങനെ അവൻ അറിയാൻ പോകുന്നത്. അന്ന് രാവിലെ പുള്ളി ലാൻഡ് ചെയ്തു. രാത്രിയൊന്നും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോഴാണ് റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്യുന്നത്. വേറെ 1-2 ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നു എന്ന് മാത്രം സ്കൂളിലുള്ള കോളേജിലുള്ള കുറച്ച് പേരോട് പറഞ്ഞു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഇന്നാണ് ആളിതാണ്. ആൾക്ക് മലയാളം അറിയില്ല. ഹി ഡസന്റ് നോ മലയാളം. ഹീസ് ഷോർട്ട്, ഹീസ് ഡാർക്ക്, ഹീസ് ഗോട്ട് എ പോട്ട് ബെല്ലി, പല്ലുന്തിയതാണ്, കഷണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ചിരിയെല്ലാം മാറി. വന്നു. അവരാരും എന്നോട് ചോദിച്ചില്ല ആരാണ്. ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ടാണ്, കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മാറി അവളോട് ചോദിച്ചു, അവക്ക് വേണമായിരുന്നോ എന്ന് ചോദിച്ചു. എന്നോട് നേരിട്ട് ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സി ഹി ഡസന്റ് നോ മലയാളം. അപ്പൊ ഒന്ന് നിങ്ങൾ സംസാരിച്ച് മലയാളത്തിൽ മുന്നും സംസാരിക്കുമ്പോൾ ഹി വിൽ ഫീൽ അൺകംഫർട്ടബിൾ. ഒന്ന് കമ്പനി കൊടുക്കണേ, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഒക്കെ ഞങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളി ലാൻഡ് ചെയ്തപ്പോൾ ഇവളുടെ കയ്യിലാണ് പാസ്. എന്റെ ഫ്രണ്ട് ബൂബുവിന്റെ കയ്യിലാണ് പാസ്. അവൾ അത് ഗേറ്റിൽ കൊണ്ടേ കൊടുത്താലേ ഗേറ്റിൽ നിന്ന് വരത്തുള്ളൂ. അപ്പം ഇവളും ഞാൻ പറഞ്ഞ രൂപം വെച്ചിട്ട് ഇവളെ എക്സ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ ഇരിക്കാം. ബാക്ക് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കാൻ ഞങ്ങളൊക്കെ ബാക്ക് സ്റ്റേജിൽ ഇരിക്കാം. എനിക്ക് ഞാൻ ആ ലോകത്തൊന്നുമല്ല, എന്റെ കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അവളുടെ ഫോണിലേക്ക് കോള് വന്നു, ഞാൻ എത്തിയിട്ടുണ്ട് ഗേറ്റിന്റെ അവിടെ, അപ്പം ഒന്ന് പാസ്സായിട്ട് വരും. അയ്യോ, എനിക്കിങ്ങനെ എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് പുള്ളിക്കാരി ഓക്കെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്നിട്ട് ഗേറ്റിനൊപ്പം ഒരുപാട് പേര് വരുന്നു പോകുന്നു. ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഗേറ്റിന്റെ അങ്ങോട്ട് ദൂരെ നിന്നൊക്കെ നോക്കിയിട്ടും ഇതേ രൂപത്തിൽ ആരെയും കാണുന്നില്ല, കറുത്തത് പുള്ളൻ ഒന്നും കാണുന്നില്ല. അപ്പൊ പുള്ളിക്കാരി ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ കുറെ തിരക്കിൽ ഒരാൾ കറക്റ്റ് ആ സമയത്ത് ഫോൺ എടുക്കുന്നു. ഹലോ, ആ എവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് കാണും ആള് ഫോൺ എടുക്കുന്നത്, പക്ഷെ പുള്ളിക്കാരിക്കും അത് രജിസ്റ്റർ ആവുന്നില്ല, ഇദ്ദേഹമാണ്. അത് വേറെ ആരോ കോള് വന്ന് കട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടും കട്ട് ചെയ്തു. പിന്നെയും വിളിക്കുന്നു, അതേ ആള് തന്നെ ഫോൺ എടുക്കുന്നു. അപ്പൊ തിരിഞ്ഞു വന്നപ്പോഴാണ് പുള്ളിക്കാരി ഇങ്ങനെ നോക്കുന്നതിന് ഒരു ഇങ്ങനെ നോക്കേണ്ടി വന്നത്. ആദ്യത്തെ ഷോക്ക് അവൾക്കാണ്. ആദ്യത്തെ ഷോക്ക് അവൾക്കാണ്. ആ ഷോക്കിൽ നിന്ന് ഇപ്പം അവള് മോചിതമായിട്ടുണ്ടാവും. അവള് മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി അവളോട് ചോദിക്കണം, മിക്കവാറും ആ ഷോക്കിന്റെ ഇതിൽ ഉണ്ടായിരിക്കും. ഇല്ല, എന്നിട്ട് അവളും വേറെ ഫ്രണ്ടും കൂടെ ആയിരുന്നു. അവർ രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വേറെ ഒരു ലാബിൽ പോകേണ്ട ആവശ്യം വന്നു, എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ ഇവരെ പോയിട്ട് കുറെ നേരം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും മനസ്സിലാണ് എപ്പോ എത്തും, സാരമില്ല, യു ക്യാൻ ഡു ഇറ്റ്, ഇനി ഇതിന്ന് മാറരുത്, ഒരാൾക്ക് ഹോപ്പ് കൊടുത്തിട്ട് ഇനി ഇതിന്ന് അങ്ങനെയൊക്കെ എന്റെ മനസ്സ് ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു. ലൈഫ് എന്ന് പറയുന്ന ലുക്സിലല്ല, അതിലല്ല, ഇതിലല്ല, അതൊക്കെ അങ്ങനെ നമ്മളുണ്ടല്ലോ, നമ്മൾ സ്വയം നമുക്കൊരു സ്ട്രെങ്ത് തരാൻ വേണ്ടി നമ്മൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആലോചിച്ചിട്ട് പറയണേ. അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഒരു വലിയൊരു ടോൾ, ഒരു ലീൻ ആയിട്ടൊരു ഹാൻസം ആളിങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പൊ പക്ഷെ ടു ബി ഓണസ്റ്റ് റൈറ്റ് നൗ ഐ എം ടെല്ലിങ് യു, ഞാൻ അപ്പോഴാലോചിച്ചിരുന്നു, ഇയാളായാ മതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു. പക്ഷെ നമ്മൾ ആലോചിച്ചു, ആഗ്രഹിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ എന്ന് ഞാൻ അപ്പോഴും ആലോചിച്ചു. സാരമില്ല, ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ അവരിങ്ങോട്ട് വരുന്നു, ഞാനിങ്ങനെ അവരെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ക്ലാസ് റൂമിൽ അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒരു സാധനം എടുക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളി ഇങ്ങനെ വെച്ചു. അപ്പം ഇവള് പറഞ്ഞു ഹലോ, ഇവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഹലോ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് വന്നു ഹലോ. അപ്പൊ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങ് പോയി. ഞാനിപ്പം എന്തിനത്ര വലിയ വേറെ ആരെങ്കിലും ആയിരിക്കും ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മൈൻഡ് ചെയ്ത് ഞാനിങ്ങനെ നടന്ന ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച്, ഇതാണോ ആള്? ഈ ഹലോ എന്ന് കേൾക്കുന്നത് എനിക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ഹലോ. പിന്നെ സത്യം പറഞ്ഞ സാർ, നമ്മുടെ സിനിമയിലൊക്കെ നമ്മളൊരു ട്രാൻസ് മോഡിലോട്ട് പോകൂലേ, നമ്മൾ ചിലപ്പം ആലോചിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ എവിടെ എത്തിപ്പറ്റിയെന്ന് നമ്മൾ ആലോചിക്കുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ആ നിമിഷത്തിൽ അതുണ്ടായി. അപ്പൊ ആ സെക്കൻഡ് നമ്മളിങ്ങനെ ഞാൻ ഇൻവോളണ്ടറി ആയിട്ടാണ് ഞാൻ നടന്നു പോകുന്നത്. ആളുകൾ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, അവരെ തട്ടുന്നില്ല, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു. അതെ, ഇറ്റ് ഇസ് നോ ജോക്സ്. അതിപ്പം എനിക്ക് എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നറിയത്തില്ല, ഇറ്റ് ഇസ് നോ ജോക്സ്. അപ്പൊ ഞാനിങ്ങനെ ദൈവമേ, ഇയാളാണോ, ഇതേ സൗണ്ട് തന്നെയാണല്ലോ, ഇതേ സൗണ്ട് തന്നെയാണല്ലോ കേട്ടത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവള് പോയത് അയാളെ വിളിക്കാനായിരുന്നല്ലോ, അപ്പൊ ഇവളുടെ കൂടെ വന്ന ആള് അയാളെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇയാള് തന്നെയായിരുന്നു എന്നെ ഇത്രയും കാലം കുള്ളനാണ്, കറുത്തതാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ആളെ നോക്കുമ്പോ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ആലോചിച്ചിരുന്നു, ഇദ്ദേഹം ആയിരുന്നെങ്കിൽ എന്ന്. ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ എവിടെ ലാൻഡ് ചെയ്തതെന്നറിയോ? പ്രിൻസിപ്പളുടെ റൂമില്. ഞാൻ ബെല്ലടിച്ചപ്പോ പ്രിൻസിപ്പളുടെ റൂം, ഞാൻ ഇങ്ങനെ കഥക്ക് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ പ്രിൻസിപ്പൽ യെസ് ചുമ്മ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി എന്തോ എഴുതായിരുന്നു. അപ്പോഴാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു നോ മിസ്, ഐ കെയിം ടു ഗെറ്റ് സംതിങ് ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത്. ആ ഒരു 2-3 മിനിറ്റ് ഞാൻ ടോട്ടലി ലോസ്റ്റ് ആയിരുന്നു. തിരിച്ച് ഞാൻ ചെന്നിട്ടാണ് അറിയുന്നത് ഇദ്ദേഹമാണ് ഇത്രയും കാലം ഞാൻ ഗ്രാൻഡ് പാ എന്ന് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ കാണിച്ചില്ല കാരണം എന്റെ ഭാഗത്തുനിന്ന് 100% ഓക്കെയാണ്. ഇനി മൂപ്പരുടെ ഭാഗത്ത് പുള്ളി എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പോഴും എന്റെ എക്സ്പെക്ടേഷൻസ് ഹോൾഡ്, കാരണം എനിക്ക് എന്നെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് മനസ്സിലായി. അവിടെ ചെന്നുള്ള കോൺവെർസേഷനിൽ പറഞ്ഞു, ഇതാണ് ചന്തു, നീ പറഞ്ഞു നീ എന്താണ് ഞങ്ങളെ പറ്റിച്ചല്ലോ അങ്ങനെ ഇങ്ങനെയാന്നല്ല. അപ്പൊ അവരുടെ വിചാരം എന്താ, ഞാൻ അവരെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു അല്ല, he was telling me that he has already told me that പുള്ളി ഇങ്ങനത്തെ ഒരാളാ. അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അഭിമാനമായിരുന്നു പറയേണ്ടത്. I should be proud. പക്ഷെ നേരെ മറിച്ച് എന്നോട് പറഞ്ഞതുപോലെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പോഴും എന്റെ മനസ്സിൽ എന്നെ ഇഷ്ടപ്പെടുവോ, കാരണം എന്റെ മനസ്സിൽ അടുത്ത ആഗണി അതായി. എക്സാക്ട്ലി, അടുത്ത ആഗണി അതായി. അടുത്ത ടെൻഷൻ. നമുക്ക് ജീവിതം അങ്ങനെയാണല്ലോ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. അപ്പം പിന്നെ പെണ്ണും കൂടെയാണല്ലോ, അപ്പൊ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ തലയിൽ വേണമല്ലോ ടെൻഷൻ അടിക്കാൻ. അപ്പം അങ്ങനെയായി. പുള്ളി എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നു, ഞാൻ ഇംഗ്ലീഷിൽ കുറെ അങ്ങോട്ട് പറയണം. എന്നിട്ട് ഞാൻ
ഇയാൾക്ക് മലയാളം അറിയായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആവുമായിരുന്നു എന്ന് ഞാനിങ്ങനെ അങ്ങോട്ട് പറയുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സും അയാളോട് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കുറെ നേരം എത്ര നേരം വെച്ചാ ഇംഗ്ലീഷിൽ പറയുന്നത്, എന്തൊരു ബോറാണ്, നിന്റെ ലൈഫ് എന്ത് ബോറായിരിക്കും ഇങ്ങനെ ഫുൾ ടൈം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ നിനക്ക് മലയാളത്തിലൊന്നും സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ വാട്ട് ആർ യു ടോക്കിംഗ് എന്നൊക്കെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്. നത്തിങ് ആ ലോക്കൽ ലാംഗ്വേജ് മലയാളം. ഞാൻ പുള്ളി പറഞ്ഞു എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ് ബിക്കോസ് മൈ പേരൻസ് യൂസ് ടു സ്പീക്ക് മലയാളം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോഴത്തേക്ക് കൂടെ ആൾക്കാർക്ക് ബോറാവുന്നുണ്ട് കേട്ടോ, എത്ര നേരമായി എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തോ കാര്യത്തിന് തിരിച്ചു പോയി. വൈകുന്നേരമായപ്പോ പുള്ളി എന്തോ കാര്യം ചെയ്തപ്പോ ചോദിച്ചു അപ്പൊ നമുക്ക് പോവല്ലേ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാരും അപ്പൊ ഞാൻ ചോദിച്ചു വാട്ട് പോവാം കഴിഞ്ഞില്ലേ, ഫെസ്റ്റിവൽ കഴിഞ്ഞില്ലേ. അപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് മലയാളവും അസലായിട്ട് മലയാളം അറിയാം, നമ്മളറിയുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് മലയാളം അറിയാം എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അതൊരു എന്താ പറയുന്നത്, എനിക്ക് എവറി ഇൻസിഡന്റ് ഐ ക്യാൻ റിമെമ്പർ. ഞാനിതൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ജോമോളെ ഇതായിരിക്കും എടുക്കുന്നത്. ഇത് എന്തൊരു വലിയ കഥയാണ്. അത് സത്യമായിട്ട് ഇതൊരു ത്രെഡായിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ റോപ്പാക്കിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല, ഇതൊരു ഭീകര കഥ. ഇത് ഹോളിവുഡ് അല്ലേ, ഏതെങ്കിലും യൂണിവേഴ്സൽ പടം എടുക്കേണ്ടത്. എന്നെ ആക്കിയതാണ്. എനിക്കത് മനസ്സിലാവില്ല. എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്ന 2-3 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തെളിച്ച് പറഞ്ഞതിന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ കാലമാടെന്ന് വിളിച്ചത്. ഒന്ന്, ജോമോൾ കാണിച്ച അസാധ്യ ധൈര്യം. 2, ജോമോൾ കാണിച്ച അസാധ്യ മണ്ടത്തരം. ഇത് മണ്ടത്തരവും ബുദ്ധിയും തമ്മിലുള്ള. എനിക്ക് മണ്ടത്തരമാണെന്ന് എനിക്ക് അന്ന് പോയില്ല. കാരണം എനിക്ക് എന്തിലോ ഒരു ശക്തിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ തന്നെ വിശ്വാസം. ഇത് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോ. ഇത് ഞാൻ അതല്ല, ഭ്രാന്തുള്ളവർക്ക് ഒന്നിനോടും പേടിയില്ല. ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ, ഒന്ന് ജാതി, മതം, സംസ്കാരം എല്ലാം മാറി 10-40 വയസ്സുള്ള ആള്, ഒരു തരത്തിലും ജോമോളുടെ ഒരു കമ്പോസിഷനുമായിട്ട് ചേരാത്ത ഒരാള്, എങ്കിലും ഒരു വാക്ക് കൊടുക്കുന്നു. ഞാൻ വാക്ക് മാറാറില്ല സാധാരണ. എനിക്ക് അങ്ങനെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ വല്ലപ്പോഴും ഒക്കെ വാക്കുകൾ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇത് സിനിമയെ വെല്ലുന്ന. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 100% എനിക്ക് സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ എന്റെ രോമൊക്കെ എഴുന്നേറ്റ്. ഇത്രയും അല്ല, ശരിയല്ലേ? കറക്റ്റ് അല്ലേ? എനിക്കിത് സത്യമായിട്ട് ആക്കി പറയുന്നതാണോ? സത്യമായിട്ടല്ല. ഈ പിള്ളേരൊക്കെ ത്രില്ലടിച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് ജോമോളോടെ ഈ ധൈര്യത്തിന് നമ്മൾ കൈ കൊടുക്കണ്ടേ? പക്ഷെങ്കിൽ ഇത് നിങ്ങൾ മാതൃകയാക്കേണ്ട കാര്യമില്ല. ഇതിന് ലോട്ടറി അടിച്ചു. അതെ, പൊട്ടന് ലോട്ടറി ഇത് ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഒരു ദുരന്തമാകുമായിരുന്നു. കാരണം ചില കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് അറിവും പാടില്ല, ചില കാര്യങ്ങളെ കുറിച്ച് ഒട്ടും അറിവില്ല, കുറച്ച് മതി. ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ എനിക്കൊരു അസുഖം വന്ന അല്ലെങ്കിൽ വേറെ ഒരു അസുഖം വന്ന നമ്മൾ ബേസിക് സിംറ്റംസ് കാണുമ്പം തലവേദനയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങ് പോകും. ഒരു തലവേദന. പക്ഷേ നമ്മുടെ സിംറ്റംസ് കാണുമ്പോൾ ഒരു ഡോക്ടർക്ക് അറിയുന്നത് തലവേദനയല്ല, അതിൽ കൂടുതൽ വല്ലതും ഉണ്ട്, അതിൽ കൂടുതൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് വലിയ വിവരമില്ലാത്തത് കൊണ്ട് നമുക്കതിന് ഒരു ടെൻഷനും ഇല്ല. അതുപോലെയായിരുന്നു എനിക്ക് വലിയ വിവരം ഇതിനെ കുറിച്ച്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഒരു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് കബളിപ്പിക്കപ്പെടുന്നു. ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ. രണ്ടാമത്തെ കാര്യം, ഇതൊരു ദുരന്തമായി കലാശിച്ചിരുന്നെങ്കിൽ അത് താങ്ങാനുള്ള ശക്തി ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ല. നമുക്ക് ജോമോളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മോളിൽ പോകേണ്ടി വന്നേനെ. ഈ ജൈവ ജംഗ്ഷന്റെ സെറ്റൊക്കെ എടുത്ത് കൊണ്ട് പോകാൻ പറ്റില്ല, വലിയ പാടായിരുന്നു. പക്ഷെ ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ ജോമോള് തന്നെ ഒരു സിനിമയാക്കണത്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ പലരും ഉറങ്ങി തുടങ്ങി. ഇല്ലല്ലോ, ഉറങ്ങിയില്ല, ആൾക്കാർ ത്രില്ലടിച്ചിരിക്കുക. അവര് ജോമോൾ ട്രാൻസ്ലായ പോലെ തന്നെ അവര് അല്ല, പക്ഷെ അത് ഞാൻ അനുഭവിച്ചതാണ്. ആ ഒരു മിനിറ്റ് സിനിമയിൽ കാണുമ്പോഴൊക്കെ നമുക്ക് അവിശ്വസനീയം, ഇത് എക്സാജറേറ്റ് ചെയ്യുന്നതാണ് റൈറ്റർ എന്നൊക്കെ തോന്നും. പക്ഷെ അല്ലായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഞാൻ ഒരു സ്പാറ്റില എടുക്കേണ്ട ഞാൻ എങ്ങനെ പ്രിൻസിപ്പളുടെ റൂമിലെത്തി. ജോമോൾ ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒന്നും ഫോർവേഡ് പോയി കഴിഞ്ഞാൽ ജോമോൾക്ക് പെട്ടെന്നൊരു വരനാണ്, ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ബോധ്യമായി. എല്ലാം സംസ്കാരത്തിനാണ്, വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ആയി, സന്തോഷമായി, ഒരു എക്സൈറ്റ്മെന്റ് ആയി. എങ്കിലും ജോമോൾ അവിടെ വീണ്ടും ഒരു ഡേഞ്ചർ പാതയിലേക്ക് പോയി. എന്താ കാരണം? ഒരു ഒളിച്ചോട്ടം.
ഇന്നും ഞാൻ ചില സമയത്ത് ജെറ്റ് എയർവേസ് കാണുമ്പോൾ ജോമോയുടെ മുഖം എനിക്ക് ഓർമ്മ വരും. അന്ന് എയർ ഇന്ത്യ ആയിരുന്നു, എയർ ഇന്ത്യയിലായിരുന്നു പോയത്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്, ഇന്റർനാഷണൽ ഫ്ലൈറ്റ്, ഷാർജയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ്. ഈ സുരേഷ് ഗോപി പിടിച്ചു വെച്ചിരുന്നെങ്കിലോ പോലീസ് സ്റ്റേഷനിൽ? സത്യം. നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു? ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ ചന്തുന്റെ മനസ്സിലുണ്ടായിരുന്ന കോൺസെപ്റ്റിന്റെ അല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വിവാഹം. കാരണം എനിക്കറിയാമായിരുന്നു ഇത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, വീട്ടിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ സമ്മതിക്കില്ല. ഒരു ചാൻസ് എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എന്റെ ലൈഫിൽ. സമ്മതിച്ചില്ല എങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ്, പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്നെ അകറ്റും, അങ്ങനെ ഒരു ഉണ്ടല്ലോ പ്രേമം. വീട്ടിൽ ഇന്നത്തെ പോലെ ബ്രോഡ് മൈൻഡഡ് ചിലപ്പമായിരുന്നിരിക്കാം എനിക്ക്. പക്ഷെ എന്റെ ലൈഫ് വെച്ചിട്ട് എനിക്കൊരു ചാൻസ് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇല്ല, എനിക്കതൊരു നിങ്ങളല്ല ഞാൻ അപ്പം ആദ്യം ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കല്യാണം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ he was against. He said അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. അങ്ങനെയല്ല, എനിക്ക് എന്റെ കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. ഒരാളെ വിഷമിപ്പിച്ചിട്ടുള്ള കല്യാണമൊന്നും എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്റെ വീട്ടിൽ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം പുള്ളി കണ്ടിരിക്കുന്ന ആളുകളും പുള്ളി വളർന്നു വന്ന സാഹചര്യങ്ങളും പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും വളരെ ഓപ്പൺ ആണ്. എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? യെസ്, ഇഷ്ടപ്പെട്ടാൽ. പക്ഷെ എന്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ജനിച്ച് വളർന്നതിൽ വെച്ച് എന്റെ വിശ്വാസമായിരിക്കും. ഇവൻ നൗ ഐ എം സേയിങ് ദാറ്റ് എന്റെ ഒരു വിശ്വാസമായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ എന്റെ ഡാഡിയോട് മമ്മിയോട് പറഞ്ഞാൽ ചിലപ്പോൾ നടത്തുമായിരിക്കാം, അറിയില്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ ചാൻസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞാലും കേൾക്കില്ല, ഇപ്പൊ തൽക്കാലം അടി ഉണ്ടാക്കണ്ട, കല്യാണാവല്ലേ, അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കോട്ട്ഷിപ്പ് പീരീഡ് അങ്ങനെ പോയി. കോട്ട്ഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും പോർട്ടിൽ വരുന്ന സമയത്ത് ഫോൺ ചെയ്യും. അപ്പൊ എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് എന്റെ വീട്ടിലൊരു പഴയ ഫോണിൽ ഒരു നമ്പർ എടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. അന്ന് ഇൻകമിങ് കോളിനും ഭയങ്കര ചാർജ് ഉള്ള സമയമായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പൊ ഇന്നത്തെ പോലെ ഇപ്പം ഞാൻ വീട്ടിൽ കൊടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വാങ്ങുന്നു. അല്ലാതെ എനിക്കിപ്പോ എന്റെ ബില്ല് പ്രീപെയ്ഡ് കണക്ഷൻ ആണ്, എല്ലാ ആഴ്ചയും 2 ആഴ്ചയും കൂടെ 5000 രൂപയുടെ ബില്ല് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതെനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാശ് എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ സേവ് ചെയ്യും. എനിക്ക് വീട്ടിൽ നിന്ന് പോക്കറ്റ് മണികളെല്ലാം തരും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ 1000, 2000, 3000 തരും. ഞാനത് ചെലവാക്കാതെ ഞാനത് അതിങ്ങനെ കൊടുക്കും. പിന്നെ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ചന്ദൂരിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബില്ല് കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്കെല്ലാം ഇൻകമിങ് കോളാണ്, ഇൻകമിങ്ങിന് ഒന്ന് ചാർജസ് ഉണ്ട്. സോ അപ്പം എനിക്ക് എന്ത് രീതിയിൽ എനിക്ക് കാശ് ഇപ്പൊ എനിക്ക് എന്ത് പറഞ്ഞ് ചോദിക്കാൻ പറ്റും. അപ്പം ചന്തു ആയിരുന്നു എന്റെ ബില്ല് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ചന്തുവിന് മനസ്സിലായി ചന്തുവിന്റെ ഫോൺ ബില്ലും എന്റെ ഫോൺ ബില്ലും കൊടുക്കുന്നതിലും ഭേദം കല്യാണം കഴിക്കുന്നതാണ്. ടെലികോം കമ്പനി സത്യം ബോർഡ് അന്ന് ഓറഞ്ച് ആയിരുന്നു. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്, സർവീസ് പ്രൊവൈഡർ ആയിരുന്നു. അന്ന് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ 20,000 എങ്ങാണ്ട് അന്ന് ബില്ല് വരുമായിരുന്നു, എൻ്റെത് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ കല്യാണം ഇപ്പൊ പറഞ്ഞു ഞാൻ വന്നു. അന്ന് ഞങ്ങൾ കണ്ടല്ലോ, കോളേജിൽ നിന്ന് കണ്ടു. 1 മാസം 2 മാസം കഴിഞ്ഞ് പിന്നെ പുള്ളി വീണ്ടും ഷിപ്പിൽ പോയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ വീട്ടുകാരുമായിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു ഓക്കെ, അടി ഉണ്ടാക്കുന്നില്ല, ആ സമയം പറയാം, ശരി എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെല്ലാം കഴിഞ്ഞ് പുള്ളി നാട്ടിലെത്തി. ഡിസംബറിലാണ് നാട്ടിലെത്തുന്നത്. ഡിസംബറിൽ നാട്ടിലെത്തി വന്നു, ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ശരി, എന്നാണ് കൺവീനിയന്റ് ഡേറ്റ്, ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യും, ന്യൂ ഇയറിന് അന്ന് ഏകദേശം എനിക്ക് അതുവരെ അപ്പോയിന്റ്മെന്റ്സും എൻ്റെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 30-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും വന്നു, നമുക്ക് നോക്കാം. ചന്തു ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രശ്നമില്ല. ഇല്ല, ചന്തു ഓൾറെഡി അവർക്ക് പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. കാരണം ടു ബി ഓണസ്റ്റ് ചന്തുവിന് എനിക്ക് ഈ ഷിപ്പില് രണ്ടാമത് പോയ ഷിപ്പില് ഇമെയിൽ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എഴുതിയ ലെറ്റർ എന്താ പറയാ കൈകൊണ്ട് എഴുതണമായിരുന്നു. അല്ല വെച്ചാൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അമ്മയ്ക്ക് അയക്കും എന്റെ പ്രേമലേഖനം. അമ്മ അത് നോക്കിയിട്ട് അമ്മ എഴുതും പേപ്പറിൽ എഴുതിയിട്ട് അമ്മ കൊണ്ടുപോയി കമ്പനിയിൽ അത് കമ്പനിയിലേക്ക് പോസ്റ്റ് ചെയ്യും, കെയർ ഓഫ് വെച്ച് എന്നിട്ട് അത് ഷിപ്പിലോട്ട്, പിന്നെ അടുത്ത മെയിൽ പോകുമ്പോൾ അത് ഷിപ്പിലോട്ട് പോകും. പുള്ളി ഇതുപോലെ ഷിപ്പിൽ നിന്ന് അയക്കും, അമ്മയ്ക്ക് അയക്കും, അമ്മ അത് നോക്കി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് എനിക്ക് വരും. അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങ് എഴുത്തിന്റെ നമ്പർ കൂടി കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് എഴുതാൻ വയ്യാണ്ട് അമ്മ അത് സ്കാൻ ചെയ്ത് അയക്കും. അപ്പൊ സ്കാൻ ചെയ്ത് അയക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പം സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ
US ഒരു ഷോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എവിടെ ചെന്നാലും എനിക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഈ എന്താ പറയാ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഏത് വീട്ടിൽ പോലെ എനിക്ക് ആദ്യം ചായ കാപ്പി ചോദിക്കുന്നവർ വരെ ഞാൻ ഇന്റർനെറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. അപ്പൊ ഞങ്ങള് ശ്രീകുട്ടൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ശ്രീകുട്ടൻ ചേട്ടൻ്റെ വൈഫ് അനുചേച്ചി, ഞങ്ങളെല്ലാവരും അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഡിന്നറിനൊക്കെ പോകുമ്പോഴത്തെ ഇന്റർനെറ്റ് ചോദിക്കുമ്പോൾ അപ്പൊ നോക്കുമ്പോൾ മെയിൽ വന്ന് കാണും, അമ്മ അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ മെയിൽ സ്കാൻ ചെയ്തിട്ടുള്ള മെയിലല്ലേ. അപ്പൊ എല്ലാവരും എന്റെ പുറകെ ഒന്ന് ഇങ്ങനെ വന്നേക്ക്, നീ എന്താ എല്ലാ ദിവസവും എസ് എ വായിക്കുന്നേ ചോദിക്കും. കാരണം എസ് എ പോലെ സ്കാൻ ചെയ്ത് വരുമ്പോ എന്താ എല്ലാ ദിവസവും എസ് എ വായിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒന്നുമില്ല, കോളേജിലെ നോട്ട്സാ മാത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വയ്ക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ അമ്മയായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഈ ഒരു ഹംസ. അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളി നാട്ടിലെത്തി, പുള്ളിയോട് വരാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് അവിടെ നിന്നെല്ലാം പറഞ്ഞ് അമ്മ അവിടുന്ന് ബോംബെന്ന് പാക്കറ്റ് ഓഫ് കാജു ബർഫിയും അതിനൊക്കെ കുറെ അങ്ങനത്തെ മിഠായികളെല്ലാം കൊടുത്തു വിട്ട് വന്ന് ചോദിക്കുക. അപ്പൊ അമ്മ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വന്ന് ചോദിക്കുമ്പോൾ എന്തായാലും സമ്മതിക്കത്തില്ല. സമ്മതിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ പേരൻസ് വീണ്ടും വരും, ചന്തുവിന്റെ പേരൻസ് വരും, പേരൻസ് ആയിട്ട് വന്ന് ചോദിക്കും. അപ്പൊ സമ്മതിക്കും. എന്താ സമ്മതിക്കാതിരിക്കാൻ എന്താ ഉള്ളത്? ഒരു കാരണവുമില്ല എക്സെപ്റ്റ് ഫോർ ദ റിലിജിയൻ. ഒരു കാരണമില്ല, അത് സംസാരിച്ചാൽ. അങ്ങനെയാണ് അവരുടെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ വന്നു. അങ്ങനെ ചന്തു നാട്ടിൽ ലാൻഡ് ചെയ്തു, ഹോട്ടലിൽ പോയി. ഞാൻ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് 31 2002 ഡിസംബർ 31 ഉച്ച കഴിഞ്ഞ് 2 മണി. ഓർമ്മയുണ്ട് എനിക്ക് സമയം, അതുകൊണ്ടാണ്. അവിടെ ആരൊക്കെയോ ശ്വാസമൊക്കെ ഇവിടുന്ന് കേൾക്കാം. അപ്പം വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എപ്പോഴാണ് ഞാൻ വരണ്ടേ? അപ്പൊ അന്ന് 2031 എന്റെ മമ്മിയുടെ അമ്മ, എന്റെ ഗ്രാൻഡ് മദറിന്റെ കാറ്ററാക്ട് ഓപ്പറേഷൻ അന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ, ഞാൻ പറഞ്ഞു ചന്ദ്രേട്ടാ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ വരണ്ട. നീ എന്താ ഇപ്പൊ എങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞു അല്ല, നടക്കില്ല, നമുക്ക് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു, ഞാൻ ഇറങ്ങാൻ വീട്ടിൽ, നമുക്ക് പോവാം. എന്നെ ഒരു ചീത്ത വിളിച്ചു. ഇതിനായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനിപ്പോ തിരിച്ചു പോവാണ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്നെ കുറെ ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്തിട്ട് ഈ മനുഷ്യനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പൊ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, ആ പുള്ളിക്ക് കാര്യം അറിയാം. ആ പുള്ളിയുടെ പേര് എനിക്കിപ്പോ പറയാൻ നിവർത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ആ പുള്ളിക്കറിയാം. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു. ആ പുള്ളിയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോളിംഗ് കാർഡില്ലേ, പ്രീപെയ്ഡ് കാർഡിന്റെ നമ്പേഴ്സ് എല്ലാം എനിക്ക് അന്ന് സ്ക്രാച്ച് ആയിരുന്നല്ലോ, സ്ക്രാച്ച് ചെയ്തിട്ട് കോഡ് അയക്കാതെ നമ്മൾ എൻ്റർ ചെയ്യണം, അങ്ങനെയായിരുന്നു. അപ്പൊ പുള്ളിയായിരുന്നു എനിക്കത് എടുത്ത് തന്നത്. അപ്പൊ ചന്തു പുള്ളിക്കാണ് കാശ് കൊടുക്കുന്നത്, അങ്ങനെയായിരുന്നു. അപ്പൊ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പുള്ളി ഭയങ്കര വലിയൊരാളാണ് കാലിക്കറ്റിൽ. അപ്പൊ പുള്ളിയെടുത്ത് പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, പുള്ളി ചന്തുവിനെ പോയി കണ്ടു. ചന്തുവിനെ ഇൻഫാക്ട് ആദ്യം ചന്തു കോളേജ് വന്നില്ലേ, ആ സമയത്ത് പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ട് പുള്ളിക്കൊരു പേടിയുണ്ടായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടാണ് ഞാൻ. പുള്ളിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ ആളുകൾ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞു. പുള്ളി ആദ്യമേ പോയിട്ട്, ഏറ്റവും ആദ്യം ഞങ്ങൾ കോളേജിൽ വന്ന് കണ്ടു, പുള്ളി ആദ്യമേ പോയി ചന്തുവിനെ കണ്ട് വർത്താനം പറഞ്ഞു. മനസ്സിലായി ആള് ജെന്യുവനാണ്. രണ്ടാമതും പുള്ളി ചന്തുവിന്റെ അടുത്ത് പോയി പറഞ്ഞു നമുക്കൊരാളെ കാണാമെന്നാണ്. പുള്ളി ഒരു ലോയറിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞു അവൾ പറയുന്നത് കറക്റ്റാണ്. പുള്ളി ആ ലോയർ ഒരു കേസ് വാദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വന്നു വീട്ടിൽ പറഞ്ഞു, പേരൻസ് സമ്മതിച്ചില്ല, കൊച്ചിനെ മാറ്റി എങ്ങോട്ടോ, ആ പെൺകുട്ടിയെ മാറ്റി. അതായത് ഈ പയ്യന്റെ പേരിൽ പോലീസ് കേസും ഇട്ടു. അപ്പൊ ചന്തുവിന് എന്ത് രീതിയിലും അങ്ങനെ പറ്റത്തില്ല, കാരണം പിന്നെ പാസ്പോർട്ട് വേണം, ഷിപ്പിൽ പോകണ്ടല്ലോ, അങ്ങനെ ഒരു പുള്ളിക്ക് ഒരു ചാൻസ് എടുക്കാം. അപ്പൊ പുള്ളിക്ക് അപ്പോഴാണ് പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു സീരിയസ്നെസ് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പുള്ളി തിരിച്ചൊരു 6:30-7 മണിയപ്പോൾ ഇനി എന്താണ്, അപ്പം ഇതൊന്നും ആയിരുന്നില്ല, എന്റെ വീട്ടിൽ ഇനി എന്തായിരിക്കും അവസ്ഥ, എന്റെ വീട്ടുകാരോടും നീ എനിക്ക് പറഞ്ഞു മനസ്സിലായി, സാരമില്ല, ഐ വിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. ചന്തു വീട്ടിൽ വിളിച്ചു പറഞ്ഞു തോന്നുന്നു ചന്തുവിന്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് പാതിരാ കുർബാനയുണ്ട് 31 ഞാൻ പോയിട്ട് തിരിച്ചു വരും, ഒരു 12:30-1 മണിയാകുമ്പോൾ തിരിച്ചു വരും. 2 മണിയൊക്കെ ആകുമ്പോഴത്തെ എല്ലാവരും ഉറങ്ങും, ഞാൻ 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പം എന്നെ വിളിക്കാൻ വരണം ആ സമയത്ത്. അന്ന് 8:30 ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ട്, ഷാർജന്നോ എവിടുന്നോ വരുന്ന ടു ബോംബെ. ഇതൊക്കെ ജോമോള് കണ്ടുപിടിച്ചു വെച്ചു. അല്ല, 8:30 ഒരു ഫ്ലൈറ്റ് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്കറിയാം. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ, എന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ നിന്ന് ഞാൻ പറഞ്ഞു ബൂബു എന്ന് പറഞ്ഞ, ബൂബുന്ന് അച്ഛന്റെ ഓഫീസിൽ വിളിച്ചിട്ടാണ് ഞാനത് കണ്ടുപിടിച്ചത്. 8 മണിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എന്റെ സൗണ്ട് മനസ്സിലായില്ല. അങ്ങനെ അപ്പം 8 മണിക്ക് 8:30 ഉണ്ട് ഫ്ലൈറ്റ്. അപ്പൊ ഞാൻ ടിക്കറ്റ് എവിടെ നിന്ന് ടിക്കറ്റ് എയർപോർട്ടിൽ പോയിട്ട് വാങ്ങണം, ഇനിയിപ്പോ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഈ ഇന്റർനെറ്റിലൂടെ ഒന്നും ബുക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാതിരാ കുർബാന കഴിഞ്ഞു. ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ ഇപ്പോഴും ആ പള്ളിയിൽ, ദേവഗിരി പള്ളിയിൽ പോയി ഞാൻ ഇങ്ങനെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ രൂപത്തിൽ ഞാനിങ്ങനെ നോക്കി. അയ്യോ അത് വല്ലാത്ത കുർബാനയായിരുന്നു. ഞാനിങ്ങനെ രൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇനി ഏത് കോലത്തിൽ ഏത് അവസ്ഥയിൽ എന്നെ കാണാം, ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ലായിരിക്കും ഇന്നത്തെ ഒരു ദിവസം, ഞാൻ അറിയില്ല വാട്ട് വിൽ ബി ദ ടേൺ ഓഫ് ഇവന്റ് ആഫ്റ്റർ ദിസ്.
ആൻഡ് ഹൗ മൈ ലൈഫ് വുഡ് ബി എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഒരു വലിയ റിസ്ക് യേശുക്രിസ്തുവോട് പറയാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ മുട്ടുകുത്തിയിരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വരുമോ ഇല്ലയോ എന്നറിയില്ല, വരാൻ പറ്റുമോ, ഞാൻ ജീവിച്ചിരിക്കണോ ഇല്ല ഒന്നും എനിക്കറിയില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പോവുകയാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഞങ്ങൾ ഇറങ്ങി 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഇവരെ വീട്ടിൽ വന്നു. ഡാഡി ജോമോനും കിടന്നു. അപ്പൊ അന്ന് എപ്പോഴും മമ്മിയാണ് വീട്ടിലെ ഡോറുകളെല്ലാം ലോക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കിടന്നു, ഞാൻ ലോക്ക് ചെയ്തോളാം. ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് കിടക്കുന്ന നമ്മൾ താഴോട്ട് വലിക്കുമ്പോ കേൾക്കും സൗണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലോക്ക് ചെയ്തില്ല, ചെയ്തതിന്റെ ഇടയ്ക്ക് ഒരു പേപ്പർ മാത്രം വെച്ചു. സോ ദാറ്റ് കാറ്റത്തടങ്ങി. ഞാൻ ഭയങ്കര കുറച്ച് ബുദ്ധി കൂടുതലാണ്, നിങ്ങൾ ആരും അത് ഫോളോ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഒരു പേപ്പർ വെച്ചു. കാരണം കാറ്റത്തെങ്ങാൻ ഇനി തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറിന് എന്റെ ഡാഡിയും മമ്മിയും കിടക്കുന്ന റൂമിലും എന്റെ റൂമിലും എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഡാഡിയും മമ്മിയും കിടക്കുന്ന റൂമിൽ ഫോൺ അങ്ങ് ഊരിയിട്ടു, കേബിൾ ഊരിയിട്ടു. കാരണം രാത്രി 1-ാം തീയതി ആകുമ്പോഴത്തേക്കും അൺവാണ്ടഡ് കോള് വരും, ആരെങ്കിലും ഒക്കെ വിളിച്ച് വിഷ് ചെയ്യാനൊക്കെ. അപ്പൊ അൺനോൺ കോൾ അവർ പറഞ്ഞില്ല, അവരറിഞ്ഞില്ല ഞാൻ പുറകുന്ന മാറ്റിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാ റൂമിന്റെയും ഇതൊന്ന് മാറ്റിയിടും. ഈ രാത്രി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഒരു വാലിഡ് റീസൺ ഉണ്ട്. ഇനി അൺനോൺ കോൾസ് രാത്രി വരണ്ട, 1-ാം തീയതി അല്ലേ, വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാം. അങ്ങനെ ഞാൻ അതെല്ലാം പതുക്കെ മാറ്റിയിട്ടു. എല്ലാ വാതിലുകളുടെ ഇടയിൽ ഞാൻ ഈ കടലാസ് വെച്ചു. എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, അൽസേഷനാണ്, 5 കൊല്ലമായിട്ടാണ്. പക്ഷെ ആ പട്ടിക്ക് എന്നെ ഒരു പരിചയമില്ല. കാരണം പട്ടി വരുമ്പോ ഞാൻ റൂമിനകത്ത് കയറി കഥ കിടക്കും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് 5 കൊല്ലം അതാണ്, പട്ടി കൂട്ടിലായിരുന്നു. അപ്പം അത് മാത്രമായിരുന്നു ഒരു ടെൻഷൻ, പട്ടി കുറച്ചാൽ. പിന്നെ എന്റെ ഡാഡി കിടക്കുന്ന സൈഡിൽ ഒരു പട്ടി കുറച്ചാൽ എന്റെ ഡാഡി കിടക്കുന്ന സൈഡിൽ ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ട്, ലൈറ്റ്. അത് ഓൺ ചെയ്ത് എന്റെ വീട്ടിലെ വെളിയിലെ എല്ലാ ലൈറ്റും കൂടെ ഒറ്റയടിക്ക് തുറന്നു. ആ ഒരു ടെൻഷൻ മാത്രമുള്ള പട്ടി ഒച്ച വെച്ചാൽ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പം ഞാൻ ആകെപ്പാടെ എന്റെ പാസ്പോർട്ടും എന്റെ SSLC ബുക്ക് ഇത് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ടു, ഒരു സൽവാർ കമ്മീസ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഒരു ലൂസ് നൈറ്റ് ഡ്രസ് എടുത്തിട്ടാണ് ഞാൻ കയറി കിടന്നത്. അപ്പം ചന്തു ഒരു 2-2:30 ആയപ്പോ അവര് പുറപ്പെട്ടു. ചന്തു എന്റെ ഈ ഫ്രണ്ടാണ് കൊണ്ടുവന്നത്. പുള്ളി വരുന്ന വഴിക്ക് ചന്തു ഞാൻ ഇപ്പോഴും ഞാനല്ല ചന്തുവാണ് പിന്നെയും ടച്ച് വെക്കുക. ഞാനിപ്പം കുറെ ആയി കണ്ടിട്ട്. അപ്പം പുള്ളി കൊണ്ടുവന്നു. ഞാൻ വരുന്ന വഴിക്ക് ചന്തുവിന്റെ അടുത്ത് പറഞ്ഞു, ഈ ജീവിതത്തില് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. വരുന്ന വഴിക്ക് നിനക്ക് ഇന്ന് ഈ ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്, നിനക്ക് തീരുമാനിക്കാൻ വേണോ വേണ്ടയോ. നീ വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു. എനിക്കതിലൊരു വിഷമമുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു. കാരണം നീ വളർന്നു വന്ന സാഹചര്യം അതെല്ലാം ഇട്ടിട്ട് വരികയാണ്. അപ്പം യു ക്യാൻ ഡിസൈഡ്. ഞാൻ കണ്ണോട് ഞാൻ പറഞ്ഞില്ല, വൺസ് ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്, ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ ശരി, അപ്പൊ നീ ഒരു കത്ത് എഴുതി വെക്ക്, ദാറ്റ് ഐ എം ഇൻ സേഫ് ഹാൻഡ്സ്, വെയിറ്റ് ഫോർ മൈ കോൾ. അറ്റ്ലീസ്റ്റ് അവർ എഴുന്നേക്കുമ്പോൾ ടെൻഷൻ അടിക്കരുത്. ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ റൂമിലെയും ഫോൺ എടുത്ത് മാറ്റി വെച്ചു. എൻ്റെ റൂമിലെ ഡാഡിയുടെ റൂമിലെ എക്സ്റ്റൻഷൻ ഊരി എൻ്റെ റൂമിലെ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അപ്പം ഒറ്റ നമ്പറല്ലേ ഉള്ളൂ, 6 വീട്ടിൽ വിളിച്ചാലും എൻഗേജ് ടോൺ ഒക്കെ. ഈ ഫോണിന്റെ അടിയിൽ എൻ്റെ ഈ പേപ്പറും വെച്ചു. ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ഞാനിങ്ങനെ ഐ എം ഇൻ സേഫ് ഹാൻഡ്സ്, വെയിറ്റ് ഫോർ മൈ കോൾ എന്ന് മാത്രം. ഞാൻ അപ്പം ഇങ്ങനെ എൻ്റെ എല്ലാം ഇരുട്ടാണ്. അപ്പൊ വീടിന്റെ മുൻപിൽ കൂടെ ഒരു കാർ പോകുന്ന ലൈറ്റ് പോകുന്ന കണ്ടു. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ എൻ്റെ റൂം മുകളിലായിരുന്നു, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ എൻ്റെ ഡാഡിയുടെ മദറുണ്ട്, മരിച്ചുപോയി 2 കൊല്ലം, അതിന് 2 കൊല്ലം മുൻപ് മരിച്ചു. ഞാനപ്പം എൻ്റെ മനസ്സിൽ ആ അമ്മച്ചിയോട് ഞാൻ എല്ലാം പറയുമായിരുന്നു. സോ ഐ ഫീൽ ദാറ്റ് ഷീ വാസ് പ്രൊട്ടക്ടിങ്. എപ്പോഴും ചന്തുവിന്റെ കോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുമ്പോഴും ഒക്കെ പിടിക്കപ്പെടാൻ ഒരുപാട് ചാൻസസ് ഉള്ള സമയത്തും പിടിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഞാൻ ഫോൺ വന്നാൽ ഞാൻ പോയി ഫോൺ, ഞാൻ മനസ്സിൽ പറയുന്നേ പറഞ്ഞില്ലേ, വട്ടിന്റെ വേറെ ഒരു രൂപമായിരിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ ആ അമ്മച്ചിയുടെ മുഖത്ത് മാത്രം നോക്കി ഞാൻ ഡാഡിയുടെ മമ്മിയുടെ റൂമിന്റെ മുമ്പിൽ ഒന്ന് പോയി നിന്നു. എന്നിട്ട് ഞാൻ പതുക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ചന്തു അവർ വണ്ടി കുറച്ച് മുൻപോട്ട് പാർക്ക് ചെയ്ത് വന്ന് ചന്തു എൻ്റെ വീടിന്റെ പുറകിലോട്ട് വന്നു. വഴിയുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ മാത്രമേ ഞാൻ എടുത്തു. ആ ഫോണിന് ഭയങ്കര ലൈറ്റ് ആയിരുന്നു, വൈറ്റ് ലൈറ്റുള്ള ഫോണായിരുന്നു, നോക്കിയുടെ ഒരു ഫോൺ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വഴി കാണാൻ പറ്റി. അങ്ങനെ ഞാൻ മതിലിന്റെ പുറത്ത് കയറി നേരെ ചന്തുവിന്റെ കയ്യിലോട്ട് ചാടി. ചന്തുവിന്റെ കയ്യിലോട്ട് വീടിന്റെ താക്കോൽ എന്റെ കയ്യിലെടുത്തു, ജസ്റ്റ് ഇൻ കേസ് എനിക്ക് ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല, ഫ്രണ്ടിൽ കൂടെ ഇറങ്ങണമെങ്കിൽ വീടിന്റെ താക്കോലും ഉണ്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ താഴോട്ട് ചന്തുവിന്റെ കയ്യിലേക്ക് ചാടി. ഞാൻ ഇറങ്ങി ഓടി
കാറിൽ കയറി. കാറിൽ പോകുന്ന വഴിക്ക് ഞാൻ എന്റെ കയ്യിലുള്ള കീ എടുത്ത് ഞാൻ വീടിന്റെ അകത്തോട്ട് എറിഞ്ഞു. വീടിന്റെ ലോണിലോട്ട് എറിഞ്ഞു. അത് അപ്പ എന്റെ വീട്ടിലെ പട്ടി കറിച്ചു. ഒരുപാട് ഇല്ല, അതുവരെ അറിഞ്ഞില്ല, കാരണം പുറകിലായിരുന്നു, പട്ടി കൂട്ടിലായിരുന്നു ഫ്രണ്ടില്. രണ്ടുപേരും ഒരു ചാരും എഴുന്നേറ്റില്ല. ഭാഗ്യം. ഞാൻ വണ്ടി കയറി നേരെ എയർപോർട്ടിലേക്ക് പോയി. അപ്പൊ തൊട്ട് എന്റെ ലൈഫില് ഞാൻ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. മറ്റേത് ഷൂട്ടിന് പോകുന്നു, തിരിച്ചു വരുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ദർ വാസ് നത്തിങ് ന്യൂ ഇൻ മൈ ലൈഫ്. ഐ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് എനിത്തിങ് എന്താ പറയുക, വിച്ച് ഇസ് എനിക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതിപ്പം ഞാനൊരു വണ്ടിയിൽ എൻ്റെ ഫ്രണ്ട് ചന്തു അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ട്രാവൽ ചെയ്തിട്ടില്ല. രാത്രി എയർപോർട്ടിൽ പോകുന്നു. എവറി സെക്കൻഡ് വാസ് എക്സൈറ്റിംഗ് ആണോ ടെൻഷൻ ആണോ ഒന്നും അറിയില്ല. കാരണം ഇനി എന്റെ ലൈഫിൽ ഞാൻ തീരുമാനം എടുത്തു, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ വീടിന്റെ നമ്പർ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഞങ്ങള് ഇപ്പോഴും ഓർമ്മയുണ്ട്, മലപ്പുറത്ത് പോയി, കരിപ്പൂരാണല്ലോ എയർപോർട്ട്, മലപ്പുറത്ത് പോയി. സമയം നേരത്തെയാണ്. അപ്പൊ മലപ്പുറത്ത് പോയി കയറി കട്ടൻ കാപ്പി കുടിച്ചു ഞങ്ങളെല്ലാവരും. അന്നേരം എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് ഇപ്പോഴും അവന്റെ വണ്ടിയിൽ ഞാൻ എന്റെ നൈറ്റ് ഡ്രസ് ഊരി വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് ആ നൈറ്റ് ഡ്രസ് എങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, പെണ്ണിന്റെ നൈറ്റ് ഡ്രസ് അല്ലേ, അതെവിടെ കൊണ്ട് വെച്ചതും എനിക്ക് എപ്പോഴും ഓർമ്മയില്ല. എന്നിട്ട് പുള്ളി, അപ്പൊ ഞാൻ എന്റെ ഡ്രസ്സ് ഓൾറെഡി അകത്തിട്ടിട്ടുണ്ട്, ഞാൻ നൈറ്റ് ഡ്രസ് ഊരി അവിടെ വെച്ചു. പുള്ളി ഞങ്ങള് എയർപോർട്ടിലെത്തി കഴിഞ്ഞ് ചന്തു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവര് പറഞ്ഞു, രണ്ട് ഇൻഡിവിജ്വൽ ആണ്, ഒരു റിലേഷനും ഇല്ല, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ചന്തുവിന് എന്റെ പേരിലും കൂടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, അവർക്ക് ആളെ അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സമയമില്ല, കുറച്ചും കൂടെ സമയം കഴിഞ്ഞാലേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്തു വീണ്ടും പോയി എന്തോ ആവശ്യത്തിന് പുള്ളിയുടെ ടിക്കറ്റ് വാങ്ങിച്ചു. എനിക്ക് ടിക്കറ്റ് വാങ്ങാനുള്ള കാശ് പുള്ളി പറഞ്ഞു, നമ്മൾ രണ്ടുപേരും രണ്ടായിട്ടാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ടിക്കറ്റ് വാങ്ങാനുള്ളതുമായിട്ട് കുറച്ച് കാശ് എൻ്റെ ഒരു ബാഗിൽ തന്നു. പുള്ളിയുടെ ഒരു ബാഗ് എനിക്കും തന്നു, ഒരു എയർ ബാഗ്. കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ അതിനകത്തോട്ട് പുള്ളി കാശ് വെച്ച് തന്നു. എന്നോട് പറഞ്ഞു, ഇപ്പോൾ നീ ടിക്കറ്റ് വാങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തില്ല, എൻ്റെ ID പുള്ളിയുടെ കയ്യിലായിരുന്നു. എൻ്റെ പാസ്പോർട്ടും SLC ബുക്കും പുള്ളിയുടെ വണ്ടി കയറിയുണ്ട്, പുള്ളിയുടെ കയ്യിൽ കൊടുത്തു. പുള്ളി പോയി ടിക്കറ്റ് വാങ്ങി വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞ് വണ്ടിയിൽ കയറി അങ്ങ് ഇരുന്നിട്ട് അങ്ങ് താഴോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ വീട്ടിലെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മനസ്സിലായി ആരോ എഴുന്നേറ്റു, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ ഫോൺ അടിക്കില്ല. അപ്പൊ മനസ്സിലായി ആളറിഞ്ഞു ഞാനില്ല എന്നത്. കാരണം എന്റെ റൂമിലെ ഫോണാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ജോമോളുടെ മുറിയിൽ വന്നാൽ മാത്രമേ ആ ഫോൺ തിരിച്ച് വെക്കാൻ പറ്റും. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഗ്രാൻഡ് മദറിന് കാറ്ററാക്ട് ഓപ്പറേഷൻ ആയിരുന്നല്ലോ. അപ്പൊ മമ്മിക്ക് പോകാൻ പറ്റിയില്ലേ എന്തോ. രാത്രിയായപ്പോ മമ്മി ഉറങ്ങി എന്തോ എഴുന്നേറ്റ്. മമ്മിക്ക് അൺഈസി ആയിട്ട് തോന്നി, ചെറിയ വിഷമം മനസ്സിൽ. അമ്മച്ചി എന്തോ ഓപ്പറേഷന്റെ എന്തോ കാറ്ററാക്ട് ആണെങ്കിൽ പോലും മമ്മിക്ക് എന്തോ ഒരു വിഷമം. അങ്ങനെ എടുത്ത് നോക്കിയപ്പോ ഫോണ് ഇതായിരുന്നു, ഒരു മമ്മിയുടെ റൂമിൽ അവരുടെ ഫോണ് കണക്ഷൻ ഊരിയിട്ടിരിക്കുന്നു. മറ്റേ ഫോൺ എടുത്തപ്പോ എൻഗേജ്ഡ് ആണ്. അപ്പൊ മമ്മി എന്നെ വന്ന് വിളിക്കുക, ഓക്കെ നിന്റെ ഫോൺ നീ എടുത്ത് മാറ്റി വെച്ച് കാണും, തിരിച്ചു വെക്കുക, എനിക്കൊന്ന് അമ്മച്ചിയെ വിളിക്കണം, ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് നീം തരികിടുത്തോ ബെഡ്റൂമിൽ ആരുമില്ല, ഫോൺ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന. അതായിരുന്നു അവരുടെ മനസ്സിലൂടെ എന്ത് പോയിന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. കാരണം സമയം 5:30 8:30 ഫ്ലൈറ്റ് ഉള്ളൂ, 8 മണിക്കേ ഫ്ലൈറ്റ് ഉള്ളൂ. 6.5 2.5 മണിക്കൂർ ഞാൻ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കിടക്കും എന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൂ, നമ്മൾ ട്രാവൽ ചെയ്യാറില്ല. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ പേരൻസിന്റെ കൂടെ ട്രാവൽ ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞ ഈ ഒരു ഗോഡ് ഫോർസേക്കൻ ടൈമില് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും. പുള്ളി പോയി ടിക്കറ്റ് എടുത്തു, ഞാൻ ചെന്ന് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ എന്നെ ആകെപ്പാടെ ഒരു ഡ്രസ്സ് മാത്രമേ നല്ല ഡ്രസ്സുള്ളൂ, മുഖത്തൊക്കെ മേക്കപ്പോ ഒന്നുമില്ല, ഭയങ്കര ഒരു ക്ഷീണിച്ചല്ലോ. എന്ത് പറ്റി ഈ സമയത്ത് എന്ന് ചോദിച്ചു അവിടുത്തെ പരിചയമുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട് ബോംബെയിൽ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ 1-2 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് റിഹേഴ്സൽ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിന് തന്നെ പോവാണ്, എൻ്റെ പേരൻസ് വഴിയെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞപ്പം ഞാനങ്ങ് പോയി. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ അന്ന് ജനുവരി ഒഫീഷ്യലി 21 വയസ്സ് തികഞ്ഞു. ഞാൻ കയറി, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്ത് പറ്റി ഇതേ സമയം എല്ലാവരും ചോദിക്കണു. ഞാൻ ഇതേ എക്സ്ക്യൂസ് തന്നെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് സെക്യൂരിറ്റി കഴിഞ്ഞ് അവിടെ ഇരിക്കുക. അപ്പൊ അവിടെ 2 മറാഠി ഓഫീസേഴ്സ് ഉണ്ട് എയർപോർട്ടിനകത്ത്, എയർ ഇന്ത്യയിൽ. അവരുടെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് മറാഠി നന്നായിട്ട് അറിയാം. അവരുടെ അടുത്ത് മാത്രം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾ ഒളിച്ചോടുകയാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്. അതിനാണ്. അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് ഓക്കെ നോ പ്രോബ്ലം ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു അവരും വിട്ടു. അവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. അപ്പൊ അവരും CISF കാരും. അപ്പൊ അവരോടും പറഞ്ഞ് അവിടെ ചെന്ന് ഞങ്ങള്
സെക്യൂരിറ്റി കഴിഞ്ഞിരുന്നു. അതാണ് തമാശ. സെക്യൂരിറ്റി കഴിഞ്ഞിരുന്നിട്ട് ഇത് ഐ തിങ്ക് ബോംബെന്ന് പിന്നെയും ഇന്റർനാഷണൽ പോകുന്ന ഫ്ലൈറ്റ്, വേറെ ഏതോ ഒമാനോ എവിടെയോ പോകുന്ന ഒരു ഫ്ലൈറ്റ്. അപ്പൊ ഫുൾ ആയിട്ട് ആളുകളുണ്ട്, ആണുങ്ങൾ കുറേ പേരുണ്ട് ഈ ഗൾഫിലേക്ക് പോകുന്നവര്. അപ്പൊ ഒരറ്റത്ത് ഞാനിരിക്കുക, ഇവര് കാരണം ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു പരിചയമില്ല. ഫ്ലൈറ്റ് കയറുന്നവരെ പരിചയം പാടില്ല. അയ്യോ ഭയങ്കര അഭിനയായിരുന്നു. ആ അഭിനയൊക്കെ ആയിരുന്നു നാച്ചുറൽ അഭിനയം, ഇതൊന്നുമല്ല. ഞാൻ റിയൽ ലൈഫിൽ എത്ര നന്നായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാനൊരറ്റത്തിരിക്കുക, ഇവരൊക്കെ ഇരിക്കുക, അപ്പുറത്ത് പുള്ളി ഇരിക്കുക. അപ്പൊ ഞാൻ വന്നതുകൊണ്ട് ഈ ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട്, വന്ന് വർത്താനം പറയുന്നുണ്ട്. എനിക്ക് വർത്താനം പറയാൻ ഒരു മൂടുമില്ല. അപ്പൊ ഇവരുടെ അടുത്ത് ഞാൻ വർത്താനം പറയുന്നു അങ്ങനെ. അപ്പൊ ഇവർ നോക്കുമ്പോൾ ഈ ഒരു പുള്ളി മാത്രം എന്നെ നോക്കുന്നില്ല. ആണ് പുള്ളി വിചാരിച്ചത്. ബാക്കിയുള്ളവർ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആരാണെന്ന്, ഈ വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല. കാരണം ഈ പുള്ളി പിന്നെ കോള് വരും, അപ്പൊ വീട്ടിൽ നിന്ന് കോള് വരുന്നു, വേറെ ഫ്രണ്ട്സിന്റെ അവിടെ നിന്ന് കോള് വരുന്നു. കാരണം അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ പുള്ളി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കുന്നത്. അപ്പം അടുത്ത നാള് പിന്നെ എന്നോട് പറഞ്ഞ ഇങ്ങനെ തൊണ്ടിട്ട് പറഞ്ഞു, അവർക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം പുള്ളി മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. യു നോ ചന്ദ്രൻ, യെസ് ദാറ്റ് ഗേൾ. അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ നോക്കിയിട്ട് യെസ് മലയാളം ആക്ട്രസ്. ഓക്കെ, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ആക്ട്രസ്. ഓ വെരി ഗുഡ്. എന്നിട്ട് പുള്ളി മൈൻഡ് ചെയ്ത് പുള്ളി ഇരുന്ന ഫോണിൽ സംസാരിച്ചു. അങ്ങനെ 8 മണി എന്നുള്ള ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് 8:30 ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ ഇവരെല്ലാരും പോയി ബോർഡ് ചെയ്തു. ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് ഫ്ലൈറ്റിൽ കയറി. അപ്പോഴാണ് ഇവർ കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് നടന്നത്. അപ്പം എന്റെ സീറ്റ് ഫ്രണ്ടിലും എന്റെ തൊട്ട് പുറകിലത്തെ സീറ്റായിരുന്നു ചന്തുവിന്. അപ്പം എയറോസസിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒളിച്ചോടുകയാണ്, ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. പുള്ളി എല്ലാവരുടെ അടുത്ത് പുള്ളി ഭയങ്കര ഓപ്പൺ മൈൻഡാണ്. പുള്ളി പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഞങ്ങളുടെ കല്യാണമാണ്, ഞങ്ങളുടെ എന്താ പറയാ ഒളിച്ചോടാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ആയിരുന്നു, നോ പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്ത സമയത്താണ് ഞാൻ ബോംബെ ലാൻഡ് ചെയ്തു. ബോംബെ ലാൻഡ് ചെയ്തപ്പോഴും ഞങ്ങൾ രണ്ടായിട്ടാണ്, ഞാൻ വേറെ വണ്ടിയിലും പുള്ളി വേറെ. ലാൻഡ് ചെയ്ത ഉടനെ ഞാൻ വെറുതെ ഫോൺ ഓൺ ചെയ്തപ്പോ വീട്ടിൽ നിന്ന് ഫോൺ വന്നോണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ സമയം 10 മണി എന്തോ ആയി. വീട്ടിൽ നിന്ന് ഫോൺ വന്നോണ്ടിരിക്കുന്നു. സുരേഷ്, അപ്പം സുരേഷേട്ടന്റെ ഫോണൊക്കെ വരുന്നുണ്ട് എന്റെ നമ്പറിലേക്ക്. അപ്പൊ ഞാൻ വേഗം ഞാൻ എഴുതി ഐ എം ഇൻ മെഡ്രാസ്, വെയിറ്റ് ഫോർ മൈ കോൾ. ഞാൻ ബോംബെ ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ മെഡ്രാസ് എന്ന് പറഞ്ഞു. അതാണ് സുരേഷേട്ടൻ ആ എയർപോർട്ടിലെല്ലാം വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്തത്. എന്നുവെച്ചാൽ മെഡ്രാസ് ഇനിയിപ്പോ എയർപോർട്ട് വഴിയാണോ ഞാൻ ഇറങ്ങുന്നത് അതോ റെയിൽവേ സ്റ്റേഷൻ വഴിയാണോ ഇറങ്ങണോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഐ എം ഇൻ മെഡ്രാസ് എന്ന് പറഞ്ഞപ്പോ അതാണ് സുരേഷേട്ടൻ പറഞ്ഞത്. അവിടെ എല്ലാം വിളിച്ച് ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിന്റെ ആ ആഗ്രഹങ്ങളൊക്കെ പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു പെൺകുട്ടി വിചാരിക്കാം അവിടെ ചെന്ന് കയറുമ്പോൾ വേണമെങ്കിൽ ഇയാൾക്ക് വേറെ 2 ഭാര്യയും 2-3-5 മക്കളും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ ഒരു എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇനി എന്നെ പറ്റില്ല ഇയാള് വേറെ വല്ല കെട്ടിയതാണോ ഒന്നും എന്തോ ഞാൻ പറഞ്ഞില്ലേ മന്ദബുദ്ധിയായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ചിന്തകളൊന്നും എന്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. എന്തോ ഞാൻ ചെയ്യുന്നത് ശരിയാണ്. എനിക്കറിയാം, ഞാൻ ആ കാലമാടൻ എന്ന് വിളിച്ചതിന് എന്നെ പല രീതിയിൽ തിരിച്ചിങ്ങോട്ട് പല ഭാഷകളിൽ വിളിക്കുന്നത് എനിക്കറിയാമായിരുന്നു. അപ്പം അറിയില്ല, ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ജ്ഞാനമില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയൊന്നും. എന്തായാലും ചിന്തിച്ച ചിലപ്പോ ഇന്നായിരുന്നെങ്കിൽ ചിന്തിച്ചു ഉറപ്പായിട്ടും ആ ഉത്കണ്ഠകളൊക്കെ ഒരുപക്ഷെ പിന്നീട് ഫാമിലിയിലുള്ള സ്വീകരണം മറ്റു കാര്യങ്ങള് എല്ലാവരും അവിടെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു എന്നുള്ളത് മനസ്സിലൊരു വിഷമമുണ്ടെന്നല്ലാതെ എന്നെ മകളായിട്ട് തന്നെ. നിങ്ങൾ വിവാഹം കഴിക്കുന്നു, വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? ഇവര് എല്ലാം അറിഞ്ഞു? വീട്ടുകാരുടെ പ്രതികരണം അവർക്ക് വിഷമം അത് തകർന്ന പോലെ. അതെ, പിന്നെ വന്നു കണ്ടു. പിന്നെ കുറച്ചു കാലത്തേക്ക് നമ്മൾ അങ്ങനെ അതിലേക്ക് വരാം. ഒരു മുന്നിടയ്ക്ക് ഒരാൾ അതിലേക്ക് വരണ്ട, നമ്മൾ അതിലേക്ക് വരണ്ട. ഗൗരിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സിനിമയിലുള്ള ജോമോളായിട്ടാണ്. ഏട്ടനുമായിട്ട് വളരെ നല്ല അടുപ്പമുള്ള കുട്ടിയാണ്. ചെറുതായി വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ചപ്പോൾ തുടങ്ങിയുള്ളൊരു അടുപ്പമാണ്. അത് കഴിഞ്ഞ് കൂടുതൽ ഗൗരിയായിട്ടുള്ള അടുപ്പം ഗൗരിയുടെ കല്യാണത്തിന് ശേഷമാണെന്ന് പറയാം. ചന്തു ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള കുട്ടിയാണ് ചന്തു. ഗൗരിയെപ്പറ്റി പ്രത്യേകം പറയാൻ ഏറ്റവും നല്ലൊരു ഹോം മേക്കർ എന്ന് ഞാൻ പറയും ഗൗരിയെ. ഡിസിഷൻസൊക്കെ വളരെ സ്ട്രെയിറ്റായിട്ട് വളരെ ഓപ്പണായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന, എല്ലാവരോടും സ്നേഹമുള്ള, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത
ഒരാൾ എൻ്റെ കുടുംബത്തിന് എൻ്റെ സ്വന്തം അനിയത്തി എന്ന് തന്നെ പറയാം. എനിക്ക് എന്തും തുറന്ന് സംസാരിക്കാവുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ എൻ്റെ അനിയത്തിയാണ് ഗൗരി. എപ്പോഴും എറണാകുളത്ത് പോകുമ്പോഴും ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നപ്പോഴും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അത്രയും അടുത്ത ഒരു ബന്ധമാണുള്ളത്. ചന്തുവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരുമായിട്ടും അത്രയൊരു ഫാമിലി പോലെ എന്നല്ല, ഫാമിലി തന്നെയാണ്. ഗൗരി, ചന്തു, മക്കള് എപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം എന്നുള്ളൊരാഗ്രഹവും പ്രാർത്ഥനയുണ്ട്. ഗൗരിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഗൗരിയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? സുരേഷ് ഗോപിയുടെ വൈഫ് രാധിക, എന്താണ് ജോമോൾ രാധിക പഠിക്കേണ്ടത്? ചേച്ചി ഒത്തിരി പാവാ. ഇത്രയും പാവം ആകേണ്ട കാര്യമില്ല. ഇത്രയും പാവം ആവണം. അത് പക്ഷെ ഞാൻ ചേച്ചിയോട് പറയുമ്പം സുരേഷേട്ടന് പറയുന്നതിന് ഞാൻ എന്ത് കേൾക്കുന്ന എനിക്കറിയില്ല. നീ എന്നെ എന്നാലും പക്ഷേ നമ്മൾ പറഞ്ഞു പോയല്ലോ. അല്ല ചേച്ചിക്ക് സുരേഷ് ഗോപി കാണിച്ച സ്നേഹത്തിന് നല്ലൊരു പാരമെടുത്തു. അയ്യോ അല്ല, ഒരിക്കലും അല്ല. ചേച്ചി എനിക്കെപ്പോഴും ആലോചിക്കും, എല്ലാവരുടെ അടുത്തും ചേച്ചി നല്ലതാ. അത്രയും പാവമാവേണ്ട കാര്യം. ചേച്ചി എല്ലാവരുടെ അടുത്തും നല്ല. ചിലർ എന്തെങ്കിലും കാണാൻ ഞാൻ ചോദിക്കും, ചേച്ചി എന്തിനാ ചേച്ചി അവരെ നോക്കിച്ചിരിക്കണേ? ചേച്ചി വിഷമിപ്പിച്ചതല്ല, ചേച്ചി എന്തിനാ അവരെ നോക്കിച്ചിരിക്കണേ? ചേച്ചിക്ക് ഒരു വിലയുണ്ടല്ലോ. ചേച്ചി സുരേഷ് ഗോപിയുടെ വൈഫ്, ഈ വീട്ടിലെ എന്താ പറയാ ഈ വീട്ടിലെ വീട്ടമ്മ. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തിനകത്ത് താഴ്ണേ? ചേച്ചി എന്തിനാ അവരെ നോക്കിച്ചിരിക്കണം? ചേച്ചിയെ വിഷമിപ്പിച്ച ആളല്ലേ? എങ്ങനെയാ ഗൗരി അവര് വന്ന് ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ ഗൗരിയാന്ന് പറയാ? ഞാൻ എങ്ങനെയാ അവര് ചിരിക്കാണ്ടിരിക്കുക? അപ്പൊ ഞാനാണ് സത്യം പറഞ്ഞ, സത്യമാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എത്ര ഷീ ഈസ് എക്സ്ട്രീംലി ഗുഡ് വിത്ത് എനിബഡി ആൻഡ് എവ്രിബഡി. എത്ര പേര് ചേച്ചിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് പല രീതിയിലും അൺഫോർഗിവബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചിക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ചേച്ചി അവരോട് ചിരിക്കും. ചേച്ചിയുടെ സൗന്ദര്യം മുഴുവനും ആ നന്മയാണ്. ചേച്ചിയുടെ ആ മനസ്സിൽ ആരോടും ഒരു പകയില്ല. എല്ലാവരും നോക്കിയിട്ട് എപ്പോഴും കുണുകുണാന്ന് ചിരിക്കുക. നമ്മൾ ഈ കുപ്പിവളയൊക്കെ ഇടുന്ന ഒച്ചയില്ലേ, അതുപോലെയാണ് ചിരിക്കുക. ഒരാളോടാവട്ടെ, ഒരു ജോലിക്കാരോടാവട്ടെ, ആരോടും മുഖം കറുത്തോ ഒന്നും. നേരെ മറിച്ച് അവര് തിരിച്ച് ചേച്ചിയോട് പറയണമെല്ലാം പറഞ്ഞിട്ട് പോകും.